ഗംഭീരത്തിൽ ബോരിക്ക് പരത്തുകയാണ് കേട്ടോ. രണ്ടാളും പാടെ പരത്തിയാലേ ആവുള്ളൂ. പനിമാറി പരത്തൽ തുടങ്ങി. പരത്തല് പനിമാരിയൊക്കെ റിലീസായി എല്ലാവരും വന്നോട്ടാ. അമ്മ അവിടെ ഒരാൾ വന്നില്ല, ബാക്കി എല്ലാവരും വന്നു. ആ കുഞ്ഞൻ എത്തി എത്തി. അതാ എത്തിയത്. ചപ്പാത്തി വേല വരുമ്പോൾ വീഴുന്നല്ലോ. എവിടെ ചോറ് ഏട്ടെ അവര് കഞ്ഞി വേണം പറഞ്ഞിട്ട് ഞാൻ കഞ്ഞി കൊടുത്തു കേട്ടോ. അവനപ്പയ്ക്കും ഗോതമ്പ് പൊടി കണ്ടപ്പോഴേ എവിടെ 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 വേണ്ടേ പൊളിക്കാണ് കിടന്നിട്ട്. അപ്പൊ ചോറ് ഇവര് വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വരുവോ വരില്ലേന്ന് അറിയില്ല. അപ്പൊ ഞാൻ ശരിക്ക് കഞ്ഞിവെള്ളം കുടിച്ചു. കഞ്ഞിവെള്ളം മിണ്ടാണ്ട് വന്നിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ചോറിന് എന്തായാലും ചപ്പാത്തി വെക്കാതെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ അപ്പൊ കുട്ടികൾക്ക് ബൂരിയാണ് ഇഷ്ടം. അനിയനുള്ള ചപ്പാത്തി 4 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാ ഷേപ്പൊന്നും സറിയല്ല, എന്നാലും ഞങ്ങൾ ഒപ്പിക്കും. തിന്നുമ്പോൾ ഇതാണ് ബൂരി എന്ന് പറഞ്ഞിട്ട്. പൂരി എന്ന് പറയാ അല്ലേ? ശരിക്കും പറഞ്ഞല്ലേ ഇവിടെ സോനിക്ക് ഇതിലിഷ്ടം, എനിക്ക് ഇതിൽ ചെയ്യുന്നത് കേട്ടോ ഇഷ്ടം. നല്ല കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാലേ പിന്നെ ഇപ്പം നമ്മൾ റോസ്മേരി അതന്നെ റോസ്മേരി കറി വെക്കാനാ തലയിലോ? ഇവിടെ അമ്മ കിടക്കുന്നുണ്ട് കേട്ടോ. അമ്മ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പറയാ ഇതെന്താ മുഖത്ത് കൂടെ തോട്ടങ്ങിയില്ലേ പൊളിക്കല് നോക്കിയൊക്കെയുള്ള പൗഡറൊക്കെ മുഖത്തും കൂടെ വെച്ചിട്ടുണ്ട്. മൈദപ്പൊടിയാ? തുടക്കട്ടെ പോയി നോക്കട്ടെ കുട്ടി. ആ അപ്പൊ ചന്തത്തിലായി. ആ ചന്തായി. ഇനി പൗഡർ തടിയന് കിട്ടും. എന്ത് കടിക്കണ്? അതാ ആ പൗഡർ അവിടെ നിന്ന് മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ അത് ഫുള്ളും മേത്ത് കൂടി ഇടുക. അതാ പുതിയ കളി കണ്ട. ഇതിപ്പോ അമ്മച്ച പഠിപ്പിച്ചു കൊടുത്താ? ഇതിപ്പോ കിട്ടിയതാണല്ലോ. അവൻ അമ്മച്ചറോടൊന്ന് കളിച്ചു എന്നാ പറഞ്ഞത്. അതന്നെ കളിക്കുന്നതാണ്ടോ. അമ്മച്ചക്ക് അല്ലെങ്കിലേ കാല് വേദനയാണ്, പിന്നെ എങ്ങനെ കാല് കയറ്റി എടുത്തവന്. അപ്പതാ ഏട്ടാ നിങ്ങൾക്കുള്ള ചപ്പാത്തി വന്നോ? ഓ ഇത് കുറച്ച് ഇതിൻ്റെ പൊടിയായിട്ടോ ഉണ്ടാക്കിയതാണ്. ഇതാണ്ടോ ഉണ്ടാക്കിയിട്ട് നമ്മളില്ലേ. അപ്പോൾ പിന്നെ അവൾ പരത്തുമ്പോൾ മെല്ലെ ആവണുള്ളൂ. അപ്പോൾ ഞാൻ വേഗം രണ്ടാളും പാടെ പരത്തി കഴിഞ്ഞാൽ വേഗം ആവുമല്ലോ എന്ന് വിചാരിച്ച് രണ്ടാളും പാടെ കൂടെ പരത്തി. കൂട്ടപ്പരത്തലായി അതുകൊണ്ട് അല്ലേ? ഇല്ലെങ്കിൽ അത് നന്നായി കണ്ട സോനെ. ഏട്ടന് ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ എനിക്കിത് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുകന്യക്കും ഇഷ്ടമാണ്. ഞങ്ങൾ ഗുരുവായൂരൊക്കെ പോകുമ്പല്ലേ, ഗുരുവായൂർക്കല്ല ഞാൻ ഏതൊക്കെ കടയിൽ പോയി കഴിഞ്ഞാൽ രാവിലെ ഇതാ കഴിക്കുക. ഏട്ടൻ ഇഡ്ഡലി ദോശയും കഴിക്കും, ഞാൻ ഇതിലും കഴിക്കും കേട്ടോ. അനിയേട്ടൻ പറയും രാവിലെ തന്നെ എണ്ണ കയറ്റിയിട്ട് പറയും. സംശയമില്ല, എണ്ണയിൽ വറുത്തെടുക്കുന്നതല്ലേ അത്. അങ്ങനെ എണ്ണ കുടിച്ച ആവണാണ്, പിന്നെ എണ്ണ ഇല്ലാണ്ട് നല്ലതാണല്ലോ. ഇവിടെ പലഹാരം ഈ 1 മാസം ഞാൻ ഉണ്ടാക്കില്ല. പെങ്ങളും കുട്ടികളും വന്നിട്ടേ 3 ദിവസത്തേക്ക് എത്തി ദോശ ഒരു ദോശ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും തേങ്ങ സമ്മന്തി അരച്ചിട്ട് കഞ്ഞി കൊടുക്കുന്നുണ്ടപ്പോ എല്ലാവർക്കും തേങ്ങ സമ്മന്തി കൂട്ടി കഞ്ഞി മതി പറഞ്ഞു. പിന്നെ ഇപ്പം ഇനി എന്താണെന്നറിയോ ഉണ്ടാക്കിയില്ല. ഈ തീ പിടിച്ച വിലയുള്ള സമയത്ത് സാധനങ്ങൾ വാങ്ങിയിട്ട് പുട്ടുണ്ടാക്കിയിട്ട് ഒരു കുറ്റി പുട്ടുണ്ടാക്കാനുള്ള പൊടിയുണ്ട് അവിടെ ഇരിക്കും. ആർക്കും വേണ്ട സുഖം. ഈ പോയപ്പോ പിന്നെ പലഹാരങ്ങള് അവിടെ കിടക്ക അല്ലെങ്കിൽ രസം കൂട്ടിയിട്ടോ
ചമ്മന്തി കൂട്ടിട്ടോ ഒക്കെ കഴിക്കാൻ ഒരാളുണ്ടായിരുന്നു. പാടില്ലവർക്ക് അല്ലേ? അല്ലെങ്കിൽ അച്ചു കഴിച്ചായിരുന്നാ? അച്ചു ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുമ്പോ അച്ചു ഇങ്ങനെ എടുത്ത് കഴിച്ചായിരുന്നാ? അച്ചുവിനൊക്കെ സുന്ദരിയെ കണ്ടപ്പോഴേക്കും പിന്നെ ഒന്നും വേണ്ടാണ്ടായി. പിന്നെ കഥ പറച്ചിലും വർത്താനം മാത്രമല്ലോ, തീറ്റയും കൂടിയൊന്നുമില്ല. ഇതിനോ കഴിക്കണോ? എന്നാ ചപ്പാത്തിയുടെ കൂടെ ഉണ്ടാക്കിക്കോ ഏട്ടാ. ഇരിക്കുന്നില്ലേ ഇതേപോലെ എന്താ രാവിലെ മുതലേ ഇങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നുന്നു. ഞാൻ എന്നിട്ട് അമ്മൂനോട് പറഞ്ഞു കേട്ടോ, അമ്മു എന്തെങ്കിലുമൊക്കെ തിന്നാൻ. എന്താ അമ്മു തിന്നാൻ പോകുന്നു പറഞ്ഞ് ഞാൻ രാവിലെ തന്നെ വീഡിയോ ഉണ്ടാക്കണത് ചിക്കല്ലേ ചുട്ടത് കഴിക്കണത് അതായിരിക്കണോ? ആ ഞാൻ എന്നിട്ട് അനിയേട്ടൻ്റെ അടുത്ത് വാങ്ങാൻ പറയണം വിചാരിച്ച. അനിയേട്ടൻ പറഞ്ഞു നീ ചീത്ത പറയുള്ളൂ പറഞ്ഞിട്ട് ഞാൻ മിണ്ടിയില്ല അല്ലേ. ചിക്കൻ ചിക്കല്ലേ എന്താ എല്ലാ മസാലയും തിരുമ്പിയിട്ട് ചുട്ടതൊരു വീഡിയോ കണ്ടു. അപ്പം അത് കണ്ടപ്പോൾ മുതൽ വിചാരിച്ചു അയ്യോ നമ്മൾ ആദ്യം ചെയ്തിരുന്നല്ലേ സതിയേട്ടൻ, ഇപ്പം നമ്മളങ്ങനെ ചെയ്യില്ലല്ലോ. കൊറോണ സമയത്ത് അതന്നെയായിരുന്നില്ലേ ഒരു ട്രെൻഡ് പോലെ. ഇപ്പൊ പിന്നെ ഷവായി അത് ഷവായി അങ്ങനത്തെ ഓർമ്മയില്ല. ഷവായി അടുക്ക് അടുക്ക് കാല് വേനിക്കണ്ട. അങ്ങനെ എടുക്കുമ്പോഴേ അങ്ങനെ നടക്കുമ്പോ കാല് വേനിക്കണ്ടേ. വട്ടം വട്ടം ഓ ഇപ്പൊ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്, അതിന്റെ സ്നേഹമാണ് കേട്ടോ. അല്ലെങ്കിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ. പോയി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ദുബായി പോയി വന്ന പോലെയാണ്. അപ്പൊ ഭയങ്കര സ്നേഹം. എങ്ങനെയാണ് സുവന്യ പനിയൊക്കെ? എല്ലാരും നിന്നെ അന്വേഷിക്കായിരുന്നു കേട്ടോ. എപ്പോ ഗ്ലൂക്കോസ് കയറ്റി കിടക്കുമ്പോൾ രാത്രിയോട് രാത്രി കുട്ടി പൊന്നൂസ് രാവിലെ വിചാരിച്ചിട്ടുണ്ടാവും എന്തപ്പോ ഞാൻ ഇന്നലെ വല്യമ്മയുടെ അടുത്ത് പറഞ്ഞല്ലോ ഇതിപ്പോ എന്തപ്പോ ഇവിടെ എന്നുള്ളത്. അതില് പനി മാറിയോ? പിന്നെ പോയോ? അണക്ക് പിന്നെ ഡോക്ടറെ കണ്ടില്ല. അവൾക്ക് വയ്യായേക്കാം. ഒരു മിക്സിയുടെ ജാറല്ലേ. ഒറ്റ ദിവസം കൊണ്ടാണ് രാവിലെ വയ്യ പറഞ്ഞു വൈകുന്നേരം ആവുമ്പളേ ഗ്ലൂക്കോസ് കയറ്റേണ്ടി വന്നില്ലേ അല്ലേ? അടിപൊളി പനി. എന്താ ചെയ്യാ, മനുഷ്യന്റെ കാര്യല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എപ്പോഴാണ് അസുഖം വരിക, എപ്പോഴാണ് ഇത് വരിക എന്നുള്ളത് പറയാൻ പറ്റുമോ? അതായിരിക്കണം. ഞാൻ എന്തായാലും സുവന്യ പനി ആഘോഷിച്ചു അല്ലേ? സുവന്യ പനി ശരിക്കും ഈ ആഘോഷിച്ചു പറയുക. ഗ്ലൂക്കോസ് കയറ്റാൻ പറ്റി, വീട്ടിൽ വിരുന്ന് പോകാൻ പറ്റി. അല്ലെങ്കിൽ അവള് സ്കൂൾ തുറക്കണതിന് മുമ്പ് പോണം പറഞ്ഞത്, അത് അങ്ങനെ പോയിരുന്നില്ലേ? അത് അപ്പോഴേക്ക് ഇങ്ങനെ ആയി പോയില്ലേ? അല്ല ഈ പോയിട്ട് അവിടെ വേറെ ആരെങ്കിലും പനി പിടിപ്പിച്ചോ? അടിപൊളി. അല്ലേ അവര് മാറിയോ? അച്ഛന് പനി കണ്ടിരിക്കില്ലല്ലോ അല്ലേ? ഒരു പനി വരുത്തുന്നത് സതിയേട്ടനാണ്. അത് കൊറോണ ഇനി പനി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ അടുക്കളയിലോ ഞാൻ അപ്പൊ തുടങ്ങിയ ഏട്ടാ ഞാൻ അപ്പൊ തുടങ്ങിയ പാരസെറ്റാമോൾ തിന്നെ അറിയോന്ന്. അതുകൊണ്ട് ഇപ്പൊ എന്തായി കടന്നില്ല. പക്ഷെ ഇതിങ്ങനെ കഴിക്കുന്നത് നന്നല്ല കേട്ടോ. അപ്പൊ തുടങ്ങിയത്. അല്ലെങ്കിൽ എന്താന്ന് പറയാ, പനിച്ച് പറിച്ച് കിടക്കുമ്പോ ഞാനും കടന്നു കഴിഞ്ഞാൽ പച്ചവെള്ളം കിട്ടില്ല. പച്ചവെള്ളം മോട്ടർ അടിച്ചിട്ടില്ലേ? കിടന്ന തന്നെ ഇല്ല അമ്മു. ഈ വീട്ടിലൊന്നുമില്ല ഇപ്പോ. എന്ത് വീടാ അത് പറഞ്ഞ എന്താ മനുഷ്യന്മാരുടെ വീട് ഇങ്ങനെ തന്നെയാണ്.
ഇവര് സുർക്കൊഴിക്ക ഇവർക്കില്ലേ ഓരോന്ന് ഇവരപ്പം വന്നിട്ട് പറയും അമ്മ തൈരുണ്ടോ, അമ്മ അതുണ്ടോ. നമ്മള് എന്താ ചില സമയത്ത് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഉള്ളത് പറയല്ലേ എങ്ങനെയെങ്കിലൊക്കെ കഴിച്ചു കൂട്ടാന്ന് വിചാരിക്കുമ്പോൾ ഇവർക്കാണ് പറഞ്ഞാൽ ഓരോന്ന് വേണം. എന്താ ഈ മക്കളിങ്ങനെ? ഞങ്ങളൊക്കെ ചമ്മന്തി കഞ്ഞിയും കഴിയണം ദിവസം കഴിച്ചിരുന്നു. അപ്പോഴോ മുതിരപ്പുളിയോ വെള്ളപ്പയർ പുളിയോ, നിങ്ങൾക്ക് ഇപ്പോൾ ദൈവത്തിൻ്റെ പുറത്തുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ. 2 കോഴിമുട്ടേ, 1 കോഴിമുട്ട മതി. എടുക്കണ്ട കേട്ടോ. എടി കുട്ടികൾക്ക് കൊടുത്തോളേ. ശരിക്കും സൂര്യന് വരുമ്പോൾ ഞാൻ ചമ്മന്തി കഞ്ഞി കൊടുക്കണ്ടല്ലോ കേട്ടോ, പറയാണ്ട് വരും. ഞാനതന്നെ പറഞ്ഞേ, കഞ്ഞി മാറിയിട്ട് കഞ്ഞി പിടിച്ച് മടുത്തിട്ടല്ലേ വരുന്നുണ്ടാവുക. അപ്പൊ കഞ്ഞി പിടിച്ചിട്ട് അവിടെ കിടത്ത് തന്നെ നേരം കഞ്ഞിയായിരിക്കില്ല, പലഹാരം ഉണ്ടാക്കില്ല, ദോശ ഉണ്ടാക്കിയില്ലേ. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ പോയല്ലേ വരുവോളം പലഹാരം ഉണ്ടാക്കും, എന്നിട്ടോ ഞാൻ കഞ്ഞിയും കുടിക്കും. എൻ്റെ അമ്മ എന്നിട്ട് പറയും ദാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണത് പറയില്ലേട്ടാ. കുട്ടി പനി പിടിച്ചിട്ട് എന്തുപോലെ ആയി നോക്കി നോക്ക്. അവന് കൊടുക്ക്. എല്ലും കോലായതിന്റെ കുട്ടിയാണ്, കൊടുക്കാൻ നല്ല ഇരട്ട തടി. എണ്ണ പോവാനുള്ള ഒരു സംവിധാനം. കടന്നോ? നമ്മുടെ റൂമല്ലേ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്, 2 ഫാനും ഉണ്ട് ഒഴിഞ്ഞു കിടക്കണു ചേട്ടാ. കുട്ടികള് പറയണേ അവിടത്തെ റൂമിൽ കിടക്കുമ്പല്ലേ മഴ പെയ്യുമ്പോ നല്ല രസാത്ര. എന്താണ് ഇവിടെ അറിയില്ല, എനിക്കറിയില്ലേ. നിങ്ങളല്ലേ ഒളിച്ചു കളിക്കും, ഞാനാണോ? കുട്ടികൾ തന്നെ അവിടെ കടന്നിരുന്നു. ഇതാ നന്നായത്. അവിടെ അച്ചമ്മടുത്തുണ്ടാവും, അവിടെ ഇല്ല. ഇവിടെ അച്ചമ്മ പോയി നോക്ക്. എന്തേട്ടാ അച്ചു ചേച്ചിയെ കണ്ടോ പറഞ്ഞിട്ട് പായി. അച്ചു ചേച്ചി അതാ ഉണ്ണിയും ഉമ്മർത്ത് കോരിനൊരു സാധനം ഉണ്ടായിരുന്നാണേ, അതിൻ്റെ പിടി പൊട്ടിപ്പോയി. ഇനി ആദ്യം അതിൻ്റെ അങ്ങനത്തെ ഒന്ന് വാങ്ങണം. പിന്നെ നമ്മളില്ലേ ഇപ്പോൾ ദിവസം ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ദിവസം ചപ്പാത്തി ഉണ്ടാക്കും. ഇപ്പം ദിവസം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി ഒരു കൂട്ടിക്ക് വേണ്ട. 10 ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനുണ്ട്, അമ്മുണ്ട്, അച്ചുണ്ട്, കിച്ചുണ്ട്, അനിയേട്ടനുണ്ട്. 10 ആള്. 2 എണ്ണം അനിയേട്ടന് ആകെ 1 കഴിക്കുള്ളൂ, പിന്നെ 2 എണ്ണം ബാക്കി ഉണ്ടാവും. അപ്പൊ ചപ്പാത്തി അതാ വിളിക്കുന്നത് ഇവിടെ ഉണ്ട്. ഇരുട്ടത്ത് പോവുകയാണ്. എന്നിട്ട് ഇവിടുത്തെ ലൈറ്റ് കേടുന്നൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞത് ഒരു ലൈറ്റ് വാങ്ങാൻ. ഏട്ടന് എന്താ വാങ്ങാൻ? ഞാനത് മറന്നു. ഇതന്നെ ആലോചന എടുക്കണോ ലൈറ്റിന്റെ കാര്യം? എന്താണെന്നറിയോ, എനിക്ക് പേടിയാണ്. ആ പപ്പൂൻ്റെ കൂടിൻ്റെ അവിടേക്കൊക്കെ പോകുമ്പോഴേ ഞാൻ കണ്ടോ. പിന്നെ നിങ്ങൾ ഒളിച്ചു കളിക്കുമ്പോ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഞാനെങ്ങനെ പറഞ്ഞു തരാ? ഈഗിരി കൊച്ചി കിച്ചു ഭയങ്കര തിരക്കിലാണല്ലോ. ആ ഫോൺ ഇവിടെ കൊണ്ടുപോവാ, ഇവിടെ കൊണ്ടുപോവാ. നൈസില് പരിപാടി പോ. കിച്ചൂനില്ലേ അങ്ങോട്ട് പോകുമ്പോഴും ഇന്ന ഉമ്മയ്ക്കണം, ഇങ്ങോട്ട് വരുമ്പോഴും ഉമ്മയ്ക്കണം. അത് കാണുമ്പോഴേക്ക് അമ്മോനില്ലേ അസൂയ കയറിയിട്ട്. പിന്നെ സുകന്യേ മക്കളില്ലേ എന്നും അമ്മമാരുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവര് വന്ന് ഉമ്മ വെക്കുമ്പോ നമ്മൾ അവരെ ഉമ്മ വയ്ക്കുക അല്ലേട്ടാ. മക്കളെ അടുത്ത് കൂടെ വരുമ്പോ ഉമ്മ വയ്ക്കുമ്പോ കെട്ടിപ്പിടിക്കണമ്പോ പറയല്ല. അത് എന്നും ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുക. വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ പാട് നോക്കി പിന്നെ നമ്മൾ വന്ന് അവരെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും കൊതിക്കുമ്പോള്. അപ്പൊ ഇപ്പൊ അവര് ഉമ്മ വയ്ക്കട്ടെ, ഇപ്പൊ അവര് ഉമ്മ വയ്ക്കട്ടെ, ഇപ്പൊ അവര് കെട്ടിപ്പിടിക്കട്ടെ, ഇപ്പൊ അവര് ഒന്നിച്ച് കടക്കട്ടെ. എന്താ ട്രൈ ചെയ്യണ്? അതിൽ എണ്ണ കൂടി കഴിഞ്ഞു ലാസ്റ്റത്തെ. ഇനി 2 അപ്പോഴേ ഇപ്പോഴും എൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എൻ്റെ കല്യാണത്തിൻ്റെ ആ സമയം വരെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം കിടന്നിരുന്നത് ചെറുതാവുമ്പോൾ. ഇപ്പോൾ നമ്മൾ
ഇപ്പോൾ ആൾക്കാർ പറയും കുട്ടികളെ സെപ്പറേറ്റ് കിടത്തണം. നമ്മുടെ മക്കൾ വേറെ തന്നെ കേട്ടോ കിടക്കുക, അപ്പം ഇവിടെ ഒപ്പം ഒന്നല്ല കിടക്കുക. പക്ഷേ ഞങ്ങൾ അവർ ഉറങ്ങണ വരെ ചിലപ്പോൾ എന്താ ഈ റൂമിൽ 5 ആളും പാടെ കിടക്കും. അതൊക്കെ ഒരു രസമല്ലേ? ഇപ്പോഴല്ലേ പറ്റുള്ളൂ. അവർ നമ്മുടെ മേത്ത് കുത്തി മറിയുന്നതും കെട്ടിപ്പിടിച്ച് ഇരിക്കുന്നതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് മടിയല്ലേ. അതേപോലെ ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മൂനെ വർത്താനം തന്നെ പറയില്ല അവര്. പിന്നെ മാറ്റേ അത് അച്ഛക്ക് ചിലപ്പോ മറുപടി പറയില്ല. കുറച്ച് കഴിഞ്ഞ പിന്നെ അല്ല ഏട്ടാ, ഏട്ടന് ഓർമ്മ ഉണ്ടോ? ഞാൻ അമ്മൂനെ ഗർഭിണിയായിട്ട് പ്രസവത്തിന് പോയിട്ടേ ഞങ്ങളെല്ലാവരും ഒന്നിച്ചല്ലേ കിടന്നിന്ന്. അച്ഛനും മമ്മിയും സുകന്യയും ഞങ്ങളൊന്നിച്ച് കിടന്നിന്ന്. പ്രസവിക്കുന്നതിൻ്റെ അന്ന് എന്താ തലേ ദിവസം എനിക്ക് വയ്യാതെ ആയപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ നടു റൂമിൽ ഞാൻ, അമ്മ, അച്ഛൻ ഞങ്ങളൊരു കട്ടിലിൽ കിടക്കും. അച്ഛൻ ചില സമയത്ത് അപ്പുറത്ത് കിടക്കും. പക്ഷെ ഇപ്പോഴൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിനെക്കാട്ടിലും ഇണക്കായി. ഓരോ വീട്ടിലും മക്കളോട് എന്തോരം അച്ഛനമ്മമാർക്ക് സ്നേഹം ഇണക്കായിരിക്കും. നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ? അപ്പം അടുത്ത് വരുമ്പോഴേക്ക് എന്ന് പറയാൻ പാടില്ലടി സോനിയെ. അവരില്ലേ എപ്പോഴും ലാളിക്കണം. ലാളിച്ച് കഴിയുമ്പോഴാണ് അവർക്ക് നമ്മളോട് ഓട്ടോമാറ്റിക്കായിട്ട് എന്തും പറയാനുള്ളൊരു ഇത് വരുള്ളൂ. മറ്റേത് കാണിക്കും ഇവിടെ പോടാ, ഇവിടെ പോടാ, നമുക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ, അത് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ കള്ളത്തരം ചെയ്യും. നമ്മളെല്ലാ സൈഡിൽ നിൽക്കുമ്പോൾ അവരില്ലേ നമ്മളോടത് പറയും അല്ലേ? ഈ ഇടയ്ക്ക് നല്ല പറയാറില്ലേ? അതുപോലെ ഇതോ 8 മണിയായി. വേണോ ചോറ്? വേണം കഞ്ഞി മതിയോ? അതിന് ചൂടുവെള്ളം വെച്ചിട്ടോ? പുറത്തുകൂടെ പോവല്ലേ? ഇറച്ചി എടുത്താൽ മതിട്ടോ സൂന്യ. ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ മതി. 2 കൊടുക്കാന്. എന്തായാലും വലിയ സങ്കടം. ഒന്ന് മാറി മാറി വരുന്നുണ്ട്. കിടന്നവരൊക്കെ എണീറ്റ് വന്നപ്പോൾ തന്നെ സമാധാനമായി. മട്ടേരി ഇട്ടിട്ട് കഞ്ഞി വെച്ചതാട്ടോ. എന്തായിരുന്നു അത്? ഒരാൾ ഇവിടെ, ഒരാൾ എവിടെ. അമ്മയ്ക്ക് ഷുഗർ ഉള്ളത് കൊണ്ടാണ് കേട്ടോ കഞ്ഞി. കുട്ടികൾക്ക് കഴിച്ചോട്ടെ വിചാരിച്ച്. കൈപ്പയ്ക്ക എന്താ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ. എടുത്തോളി, നിങ്ങൾ ഉണ്ടാക്കി വെച്ചില്ലേ? ഇനിയൊക്കെ ഓരോരുത്തർ വേണ്ടവർ കഴിച്ചോളി അല്ലേ? ഒന്ന് തിളപ്പിക്കട്ടെ കേട്ടോ. അമ്മയ്ക്ക് വിശക്കുണ്ടെങ്കിൽ കൊടുക്ക്, കുട്ടികൾ കഴിച്ചോട്ടെ. വേണ്ടവർ കഴിച്ചോളൂ. പിന്നെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ കഴിച്ചോ? പാപ്പ കഴിച്ചോ? മാങ്ങല്ല അവന് ഞാൻ വന്നപ്പോ കഞ്ഞി കൊടുത്താണ്. ഇനി വേണത്രേ. കൊടുക്ക് എല്ലാരും കഴിച്ചോളി. കുഞ്ഞുണ്ണി എവിടെ? കുഞ്ഞുണ്ണി കഴിക്കണ്ടോ? കഴിച്ചോളി. കുഞ്ഞുണ്ണി കഴിച്ചോട്ടാ. ഇറച്ചിക്കറി വേണ്ടേ? എന്താ അവിടെ? അപ്പൊ അതന്നെയാണിതേ. സ്റ്റീൽ പാത്രത്തിൽ വേണമെന്നാണോ പറയുന്നേ? അതാണ് പറഞ്ഞ പോലെ വേണ്ടല്ലോ. ആനമുട്ട ഒന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. വേണ കോഴിമുട്ടക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആനമുട്ടക്കൊന്നും ഒരു വഴിയില്ല അവിടെ. അതാ ഏട്ടോ എന്താ എന്നാ നിങ്ങൾ കഴിച്ചോളൂ. ഇവരുടെ ഇടയിൽ കൂടെ ഒക്കെ ആകുമ്പോ ഇത്ര ദിവസത്തെ ആ പരാതി സങ്കടം മാറും. അവിടെ എന്ത് പീശി? ഇനിയെന്താ പീശി? അതാ എന്നെ വിട്, എന്നെ വിട്. ഇനിയെന്താ കറി ഒഴിച്ചു കൊടുക്കും സുകന്യ? അത് കറിയാണോ? അത് കഷ്ണല്ലേ? ഒക്കെ മറന്നു പോലെ. കുട്ടിക്ക് കരി പറയുമ്പോ അവന്റെ മാങ്ങ ഒരാഴ്ചയായിട്ടേ സത്യം അറിയാച്ചല്ലേട്ടാ അങ്ങോട്ടും ഓടിയിട്ട് ഞാൻ ചടച്ചു. അങ്ങോട്ട് ഓടുക, സമയമാകുമ്പോ ചോറും കൊണ്ട് അങ്ങോട്ട് ഓടുക, പിന്നെ ഇങ്ങോട്ട് വരിക, പിന്നെ ചോറൊക്കെ ഇവിടെ തന്നെ വെക്കേ. അമ്മ ഇവിടെ വന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നമ്മുടെ അടുത്ത് ഞാൻ. അപ്പം അമ്മ പറഞ്ഞു നമ്മുടെ അടുത്ത് അമ്മ അങ്ങോട്ട് വരുമെന്നമ്മ
ഇന്നിവിടെ കിടന്നോളിയും പറഞ്ഞപ്പോൾ എന്താ സതിയേട്ടനെ അവിടെ ഒറ്റയ്ക്കല്ലേ പറഞ്ഞു. അപ്പോൾ പിന്നെന്താ പറയുന്നത് ഇല്ലേട്ടാ? കഞ്ഞി എന്താ അവിടെ പാത്രത്തിലുണ്ട് അവിടെ നമ്മുടെ ഫേവറേറ്റ് സാധനം, നമ്മുടെ അമ്മയ്ക്ക് കഞ്ഞി. ഇതമ്മ അതിൽ വെള്ളം ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. സൂര്യത് കണ്ടോ? ഫാന് കിടന്നിട്ടുണ്ടോ? മേലേക്ക് നോക്ക്. സുഗന്യ ഈ കഴിച്ചടി എന്ത് പറ്റണ ഫാൻ ഓടാണ്ടായി? എന്താ ഇടിയിലൊന്നല്ല. സുഗന്യെ കഴിച്ചോ കുട്ടികളുടെ കൂടെ? എന്തായാലും കേട് നോയി ഫാനില്ലാതെ ഇപ്പൊ. ഇതാണോ അങ്ങോട്ട് കൊണ്ടുവരണോ? പിന്നെ കുഴപ്പമില്ല, അത് വാറണ്ടി ഉള്ളതാ. എന്നാ അവിടെ ഇരുന്ന് കഴിച്ചോളി, സീരിയല് കണ്ടിട്ട്. കഴിച്ചോ സുഗന്യേ? ഓ എല്ലാവരും എവിടെ ഇരുന്നിട്ട് കഴിക്കണോക്കും. വാറണ്ടി ഉണ്ട്, മാറ്റി തരാറുണ്ട്. അമ്മു എവിടെ ഇരിക്കണോക്കൊക്കെ? നാളെ കിട്ടുണ്ടാവും. അമ്മു എവിടെ ഇരിക്കണോക്കൊക്കെ? അമ്മു ഇല്ലേ ഈ ഇതിലേക്ക് വിളിച്ചോളി. ചോറ് വേണമെന്നാ? ഞാനത് ചൂടുവെള്ളാണ്, ഇന്നും കൂടി അങ്ങനെ കഴിച്ചോട്ടെ വിചാരിച്ചത്. ചോറുണ്ട് കഴിച്ചാൽ വിശക്കുന്നുണ്ട്. നാളെ എന്താണ് മയോണൈസോ? അത് വേണ്ടേ? അത് വേണ്ടെന്ന് പറയുന്നത്? അത് വേണ്ടേ? അത് വേണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ കേട്ടോ. ആ മൂലയില് ഇപ്പുറത്ത് ഇരുന്ന് കഴിച്ചോട്ടെ നമ്മുടെ കുട്ടി കേട്ടോ. ബൈ ബൈ. ഒരാൾക്ക് ഫാൻ വേണം, ഒരാൾക്ക് ഫാൻ വേണ്ട. അത് നന്നായി. അതിനിപ്പോ എന്താ നിങ്ങൾ കഴിച്ചോളിട്ടൊക്കെ ചോറ് മതി. അണക്കം ചുട്ടിട്ട് മെയ്യ, അവൻ തണുത്തിട്ട് മെയ്യ. അതിനിപ്പോ എന്താ ചെയ്യ? ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പൊ തൽക്കാലം ആ തണുക്കുന്ന ആൾ ഇങ്ങോട്ട് പോരുക, നിർബടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുക, നിർബടത്ത് കഴിക്കുക. അവന് ഫാന് വേണമെങ്കിൽ ഇവിടുത്തെ ഫാനിൽ കേട് വന്നൊരു കുത്തേ. വേണം പറഞ്ഞു എവിടെന്നാ അത് കിട്ടണത്? അവര് നേരേക്ക് കൊണ്ടുവരേ. അത് ഞാൻ കേട് വരുത്തിയല്ല, കേട് വന്നാണേ. നന്നായി ഇപ്പൊ. ശരിയാക്ക ശരിയാക്ക, നാളെ ശരിയാക്കട്ടോ. അവിടെ കരച്ചില് നാളെ നാളെ ശരിയാക്കാ. അപ്പൊ കുട്ടി പോയി കഴിച്ചോ. അപ്പൊ ഞങ്ങളെ അമ്മയ്ക്ക് ഇറച്ചിക്കറിയുടെ വേണ്ടമ്മ. അപ്പൊ നമ്മള് വിശേഷം നിർത്തുകയാണേ. വട്ടം തിരിയല്ലേ? നാളെ കാണാട്ടോ. നാളെ കാണാം. എന്തായാലും സമാധാനായില്ലേ എല്ലാരും കണ്ടപ്പോ? പൊന്നുഷിനെ കണ്ടപ്പോ സമാധാനായില്ലേ? പോയി കഴിച്ചോ. നമുക്ക് ഫാനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതൊക്കെ അച്ഛൻ ശരിയാക്കി തരാം. എന്റെ കുട്ടി ഇപ്പൊ തൽക്കാലമുള്ള ഫാനിന്റെ ചോട്ടിലേക്ക്. ഈ വീട്ടിൽ ഒരു സാധനം കേടുവരാൻ പാടില്ല. കേട് വന്നാൽ കുട്ടിക്ക് സങ്കടമാണ്. ശരിയാക്കി തരാം. അച്ഛൻ ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട് പൊന്നെ. അച്ഛൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. എന്റെ കുട്ടിക്ക് തൽക്കാലം ഫാൻ ഉണ്ടല്ലോ. നിങ്ങളല്ലേ ഇത് കേടുവരുത്തി മര്യാദക്ക് നേരെയാക്കിക്കോളി. കുട്ടി പറയുന്നത് കേട്ടോ നിങ്ങൾ. അച്ഛൻ ശരിയാക്കിയിട്ടുണ്ട്. നാളെ കിട്ടുട്ടോ. നാളെ കിട്ടും. എന്റെ കുട്ടി പോയിട്ട് പാപ്പ തിന്നാ ശരിയാക്കിയിട്ടുണ്ട് അച്ഛേ. ഈ പരിപാടി മാത്രം ഉണ്ടായിരുന്നില്ല, അപ്പൊ ഇതും കൂടിയേ വേണ്ടുള്ളൂ. ഇറങ്ങ പോയി പാപ്പ കഴിച്ചാ വയറ് നിറയെ കഴിക്കട്ടോ പൊന്ന. വയറ് നിറയെ കഴിക്കട്ടോ. എന്ത് വയറ് നിറയെ കഴിക്കുന്നില്ലേ? അങ്ങോട്ട് ഇട്ടിരിക്കില്ല. അപ്പൊ നാളെ കാണാം.